നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലും ജപ്പാനും തമ്മിലുള്ള മത്സരം ഒരു കിടിലം പോരാട്ടമായിരുന്നു. ജപ്പാൻ നന്നായിട്ട് പൊരുതി, പക്ഷേ ബ്രസീലിനോട് പരാജയപ്പെട്ടു. കളിക്ക് ശേഷം മാത്യൂസ് കുഞ്ഞ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് ജപ്പാനീസ് സ്ട്രൈക്കർ കളിക്ക് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. കെൻഡോ ഷിയോഗായ് ബ്രസീൽ ഇപ്പം പഴയ ബ്രസീലൊന്നുമില്ല, എന്ത് ബ്രസീൽ, ഇപ്പോൾ അർജൻറ്റീനയും ഫ്രാൻസും ഒക്കെയാണ് വലിയ ടീം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി കളിക്ക് ശേഷം ബ്രസീലിയൻ പ്ലേയേഴ്സിന് സെലിബ്രേഷൻ സമയത്ത് മാത്യൂസ് കുഞ്ഞ കെൻഡോ ഷിയോഗിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് 5 എന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് കാം ഡൗൺ, മതി, നീ ഒന്ന് പൊടിക്കടങ്ങ്, നിർത്ത്, നിന്റെ ശബ്ദം താഴ്ത്ത് എന്ന തരത്തിൽ തന്നെ പ്രതികരിച്ചു. കളിക്ക് ശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആവശ്യമില്ലാത്ത മോഡസ്റ്റി ഒന്നുമില്ല, ഞാനുള്ള കാര്യങ്ങൾ പറയാം. ഞങ്ങളെല്ലായ്പ്പോഴും ഹമ്പിളും സിമ്പിളുമായിട്ട് നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആവശ്യത്തിലുള്ള റെസ്പെക്റ്റൊക്കെ ആവാം. കാരണം ഞങ്ങൾ ഈ താരങ്ങൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയൊരു ലെഗസി കൊണ്ടാണ് വരുന്നത്. ഒരു ഹാർഡ് വർക്കിംഗ് ആൻഡ് പ്രൗഡ് നേഷനാണ്. ഇത്തരം കാര്യങ്ങൾ പുറമേ നിന്ന് കേൾക്കുമ്പോൾ അതെന്തായാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ബ്രസീലിയൻ ആളുകൾ ഞങ്ങളെക്കുറിച്ച് വിമർശിക്കുന്ന പോലെയല്ല ഇത്. എൻ്റെ വാക്കുകൾ അയാളോട് പറഞ്ഞത് ബഹുമാനിക്ക്. കാരണം ഞങ്ങൾ 5 തവണ ലോക ചാമ്പ്യന്മാരാണ്, 5 ടൈം വേൾഡ് ചാമ്പ്യൻസാണ്, 5 കിരീടങ്ങളുണ്ട്. ഇപ്പോൾ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ ആരാണെന്ന്, ഒന്ന് കാം ഡൗൺ ആവാം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഇതാണ് മാത്യൂസ് കുഞ്ഞ മിക്സഡ് സോണിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഈ ഒരു മത്സരത്തിനെ കുറിച്ച് പറയുമ്പോൾ അതായത് കെൻഡോ പറഞ്ഞ വാക്കുകൾ ബ്രസീൽ ടീമിന് വലിയ രൂപത്തിൽ മോട്ടിവേഷനായി എന്ന് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മറികടന്ന് പോവുക എന്നുള്ളത് ചെയ്യേണ്ടതാണ്, അത് ബുദ്ധിമുട്ടാണ്, ഒരു സംശയവുമില്ല. ഇങ്ങനെയുള്ള ചെറിയ വാക്കുകൾ ഞങ്ങളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും, അതനുസരിച്ച് ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ തോന്നും. സോ ഞങ്ങൾ കുറച്ചുകൂടി റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട്. വി നോ ഹൂ വി ആർ. എത്രത്തോളം ഹാർഡാണ് ഇവിടെ ഈ ടീമിനെ ജേഴ്സി അണിഞ്ഞ് നിൽക്കുക എന്നുള്ളത്, ടീമിൻ്റെ ഓൾ ഹിസ്റ്ററി അറിയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവും. ഈ മൊമെൻറ്റുകൾ തീർച്ചയായിട്ടും മറികടന്ന് പോകുന്ന ഞങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള അഭിമാനമാണ് നൽകുന്നത്. എങ്ങനെയുള്ള വാരിയേഴ്സാണ് ഞങ്ങൾ എന്നുള്ളത് കാണിക്കുന്നത് കൂടിയാണ്. ഞങ്ങളെല്ലായ്പ്പോഴും സംസാരിക്കാറില്ല, ജപ്പാനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് വളരെ ബഹുമാനത്തോടു കൂടിയാണ്. എത്ര നല്ല ഫുട്ബോൾ രാജ്യമായിട്ട് അവർ വളർന്നു വരുന്നു, എത്ര നല്ല ടീം അവർക്കുണ്ട്, ഒരുപാട് വെൽ നോൺ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ആൾ ഈ സംസാരിച്ചത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി. പക്ഷെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇതിനി എക്കാലത്തേക്കും അയാൾ ഓർത്തു വെക്കുകയും ചെയ്യും എന്നാണ് മാത്യൂസ് കുഞ്ഞ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.